1200 മുതൽ 1922 വരെ വളരെ പ്രഗത്ഭമായി നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം. നിരവധി അധിനിവേശങ്ങളും കൂട്ടക്കൊലകളും കൊള്ളയുമെല്ലാം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ ഗുണകരമായിട്ടുണ്ടെന്നും പറയാതെ വയ്യ. അതിലെപ്പോഴും എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഇവർക്കിടയിൽ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായം. തങ്ങൾ കീഴ്പ്പെടുത്തുന്ന രാജ്യങ്ങളിലെ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന ആളുകളെ അടിമകളാക്കിയിരുന്ന ഒട്ടോമൻ സുൽത്താൻമാർക്കിടയിലെ പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമായിരുന്നു ഹാരമുകൾ. ഒട്ടോമൻ സുൽത്താൻമാരുടെ ശാരീരിക ആവശ്യങ്ങൾക്കായി സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി പാർപ്പിച്ചിരുന്ന ഇടങ്ങളായിരുന്നു ഹാരം. നിരവധി യൂറോപ്യൻ സ്ത്രീകളാണ് അക്കാലത്തൊക്കെ തന്നെ സുൽത്താൻമാരുടെ ഭോഗവസ്തുക്കളായി ഇത്തരം ഹാരമുകളിൽ ജീവിച്ചിരുന്നത്. തങ്ങൾ പിടികൂടുന്നതിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട സ്ത്രീകളെയായിരുന്നു അവർ ഇത്തരം അടിമകളായി തിരഞ്ഞെടുത്തിരുന്നത്. പുരുഷന്മാരെയാണെങ്കിൽ വിവിധ ജോലികൾക്കായും ഉപയോഗപ്പെടുത്തി. അടിമക്കച്ചവടം അന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ജോലിക്കായും ലൈംഗിക ആവശ്യങ്ങൾക്കായുമെല്ലാം അടിമകളെ വൻതോതിൽ കച്ചവടം നടത്തി തന്നെയാണ് ആ ഒരു രാജ്യം വളർന്നുകൊണ്ടിരുന്നത്. ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ഭൂരിഭാഗം അടിമകളും യൂറോപ്യൻസ് ആയിരുന്നു. അന്ന് യൂറോപ്പുമായിട്ടായിരുന്നു ഒട്ടോമൻ പട നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നതും. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിന്റെ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം. യാതൊരു ദയയും കൂടാതെ ആളുകളെ കൊന്നൊടുക്കുന്നതിലും അടിമകളാക്കുന്നതിലുമെല്ലാം മുൻപന്തിയിലായിരുന്നു ഇവർ. ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടുവരുന്ന അടിമകളെ രാജ്യതലസ്ഥാനമായ ഇസ്താംബുളിലേക്കായിരുന്നു എത്തിച്ചിരുന്നത്. പിന്നീട് അവിടെ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കച്ചവടം നടത്തുമായിരുന്നു. യുദ്ധത്തിൽ പിടിക്കുന്ന അടിമകൾക്ക് പുറമെ കടൽ കൊള്ളക്കാരിൽ നിന്നും അവർ അടിമകളെ വാങ്ങിയിരുന്നു. അതായത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള അടിമകളും ഈ ഒരു സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പക്കാരായിട്ടുള്ള അടിമകളെ മറ്റൊരു രീതിയിലായിരുന്നു ഇവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതായത് ഇവരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കിയതിനു ശേഷം ഒട്ടോമൻ പടയുടെ പോരാളികളാക്കുന്ന ഒരു രീതി അവിടെ നിലനിന്നിരുന്നു. പല യൂറോപ്യൻ രാജകുമാരന്മാർ പോലും ഇത്തരത്തിൽ മതം മാറി ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുമുണ്ട്. കഠിനമായ ജോലികൾ ചെയ്യാനായിട്ടായിരുന്നു ആഫ്രിക്കൻ അടിമകളെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. മാത്രമല്ല ഇവർക്ക് യൂറോപ്യൻ അടിമകളെക്കാൾ വിലയും കുറവായിരുന്നു. ലൈംഗിക അടിമകൾക്കായി യൂറോപ്യൻസിനെ തന്നെയായിരുന്നു ഇവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. 13 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവരെയായിരുന്നു കൂടുതലായും ഈ ജോലിക്കായി തിരഞ്ഞെടുത്തിരുന്നതും. ഇവർക്ക് നല്ല വിലയും ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ സമ്പന്നർക്ക് മാത്രമേ ഇവരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പൊതുയിടത്ത് കൊണ്ടുവന്ന് വിവസ്ത്രരാക്കിയ ശേഷം അവരെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ അവർക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവാക്കാൻ അന്ന് തയ്യാറായിരുന്നു. വെള്ളക്കാരായ അടിമകൾ തന്നെയായിരുന്നു വൻതോതിൽ പണമുണ്ടാക്കാൻ പറ്റിയ അടിമകൾ. കൂടാതെ കറുത്തവർഗക്കാരായ അടിമകൾക്കും വെള്ളക്കാരായ അടിമകൾക്കും വിവിധ രീതിയിലുള്ള നിയമങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. ഒരു ആഫ്രിക്കൻ അടിമയ്ക്ക് 7 വർഷക്കാലം അവിടെ അടിമയായി തുടർന്നാൽ പിന്നീട് അവർക്ക് ഈ ഒരു അടിമ ജീവിതം ഉപേക്ഷിക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. 7 വർഷത്തെ തന്റെ അടിമ ജീവിതത്തിൽ ഒരു നല്ല അടിമയായി പേരെടുത്താൽ അവർക്ക് പിന്നീട് അടിമകളുടെ തന്നെ ഫോർമാനാകാൻ സാധിക്കുമായിരുന്നു. വെള്ളക്കാർക്കാണെങ്കിൽ 9 വർഷമായിരുന്നു കാലയളവ്. എന്നാൽ സെക്സ് സ്ലേവുകളായിട്ടുള്ള യൂറോപ്യൻ യുവതികൾക്ക് ഈ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ലായിരുന്നു. അവരുടെ നിയന്ത്രണം പൂർണ്ണമായും അവരുടെ യജമാനനിൽ അധിഷ്ഠിതമായിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ അവരെ മോചിപ്പിക്കാതിരിക്കാം. ഇത്തരം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം യജമാനൻ തീരുമാനിക്കും. ഇനി മറ്റൊരു രീതി എന്തെന്നാൽ ഈ യജമാനൻ മരണപ്പെടുകയാണെങ്കിൽ ഈ അടിമകൾക്ക് സ്വതന്ത്രരാകാൻ സാധിക്കും. ഇങ്ങനെയായിരുന്നു സെക്സ് സ്ലേവുകൾക്കിടയിലുള്ള നിയമങ്ങൾ. യജമാനൻ സ്വതന്ത്രമാക്കുന്നതുവരെ അവരെ ആർക്കു വേണമെങ്കിലും വിൽക്കാനും വാങ്ങാനും സാധിക്കുമായിരുന്നു. ഇനി അഥവാ യജമാനനിൽ നിന്നും ഈ ഒരു അടിമ ഗർഭിണിയാണെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കാൻ സാധിക്കില്ലായിരുന്നു. ഇത്തരത്തിൽ പല നിയമ സംവിധാനങ്ങളും അന്ന് അടിമകൾക്കിടയിൽ അവിടെ നിലനിന്നിരുന്നു. 19-ാം നൂറ്റാണ്ട് വരെയൊക്കെ തന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ അടിമ ചന്തകളും അടിമ കച്ചവടങ്ങളുമെല്ലാം സർവ്വസാധാരണമായിരുന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടന്റെ സമ്മർദ്ദം മൂലം ഇത്തരം കച്ചവടങ്ങൾ നിർത്തലാക്കിയെങ്കിലും ഒട്ടോമൻ സാമ്രാജ്യം തകരുന്നതുവരെയും ചെറിയ തോതിൽ അടിമകൾ അവിടെ ഉണ്ടായിരുന്നു. കേവലം ഒട്ടോമൻ സാമ്രാജ്യത്തിൽ മാത്രമല്ല, അന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലും അടിമകൾ എന്നത് സാധാരണമായിരുന്നു. അടിമ ചന്തകളും അടിമ കച്ചവടവുമെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് കാലം മാറി, ആളുകളുടെ ചിന്തകൾ മാറി. അവർ തെറ്റുകൾ തിരുത്തി മാനവികതയിലേക്ക് മടങ്ങി. തുടർന്ന് പല രാജ്യങ്ങളും അടിമ സമ്പ്രദായം നിർത്തലാക്കി. ഹെയ്ത്തിയും പോളണ്ടുമാണ് ലോകത്ത് ആദ്യമായി അടിമ സമ്പ്രദായം നിർത്തലാക്കിയ രാജ്യങ്ങൾ. ലോകത്തെ അവസാനമായി അടിമത്തം നിർത്തലാക്കിയ രാജ്യമാണ് മൗറിറ്റാനിയ. 1981 ഇവിടെ ഇത് നിർത്തലാക്കുന്നത്. 1970 ഒമാനിലും 1962 സൗദി അറേബ്യയിലും അടിമകളെ നിരോധിച്ചു. മനുഷ്യചരിത്രത്തിലെ മാനവിക വിരുദ്ധമായ ഈ അടിമ സമ്പ്രദായത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.